ഞങ്ങളുടെ ആവശ്യം ഈ സംഭവം നടന്നിട്ട് ഏകദേശം 2.5 മണിക്ക് സംഭവിച്ചതാണിത്. ഇപ്പൊ സമയം നേരെ 5:30 മണിയായി. ജില്ലാ ഭരണകൂടമോ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയോ ഇതുവരെ ഈ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടില്ല. നമുക്കറിയാം, ഞങ്ങള് കഴിഞ്ഞ പ്രളയകാലത്ത് കഴിഞ്ഞ മഴക്കാലത്ത് 2 ദിവസം ഈ റോഡ് അടച്ചിട്ടതാണ്. അന്ന് ഇതിന്റെ അശാസ്ത്രീയത വളരെ കൃത്യമായിട്ട് അധികാരികളെ നിവേദനം മൂലവും രേഖാമൂലവും സമർപ്പിച്ചാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മേധാവികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ. കാരണം നമുക്കറിയാം, അവിടെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഏകദേശം 1.5 മീറ്ററിന്റെ ഹൈറ്റ് കുറവുണ്ട്. അതായത് മുമ്പുണ്ടായിരുന്ന റോഡിനേക്കാളും 1.5 മീറ്റർ കുറവാണ് ഇപ്പൊ ഉണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സർവീസ് റോഡില് ഈ പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഈ എന്തിലേക്ക് വരികയാണ്, നമ്മുടെ സർവീസ് റോഡിലേക്ക് വരുന്ന സാഹചര്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇതിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയ കാരണം അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം വേങ്ങരപ്പാടം എന്ന് പറയും, ഈ വേങ്ങരപ്പാടത്തെ മുഴുവൻ ജലവും ഒഴുകിപ്പോയെന്ന് പനമ്പുഴ ഈ പുഴയിലേക്കാണ്. അതിന്റെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ആദ്യമായിട്ട് KNRC ആരംഭിച്ചത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ നിവേദനം കൊടുത്തതും. പിന്നീട് ഇവിടെ ബഹുമാനപ്പെട്ട അലി അക്ബർ സൂചിപ്പിച്ചതുപോലെ ഈ കട്ട ഇതിന്റെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി പറയാനോ നമുക്ക് സാധിക്കില്ല. പക്ഷേ വിള്ളലുകൾ ഉണ്ടായിരുന്നു. ഈ വിള്ളല് പേച്ചടച്ചിന്റെ വീഡിയോ ചിത്രങ്ങൾ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ മലപ്പുറം റീച്ച് എന്ന് പറയുന്നത് രാമനാട്ടുകര മുതൽ ചാവക്കാട് വരെയുള്ള ഈ റീച്ചിനകത്ത് മാത്രമാണ് ഇതുപോലുള്ള സിമന്റ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റുള്ളിടത്തൊക്കെ പത്രക്കാരായി നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെയൊക്കെ പ്രീകാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് സ്ലാബുകളാണ്. അപ്പൊ നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും ഉയർന്ന തോതിലുള്ള ബിൽഡിങ്ങുകളും വലിയ തോതിലുള്ള പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നത് പ്രീകാസ്റ്റ് ചെയ്തിട്ടാണ്. നമുക്ക് മെട്രോ എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ റീച്ചിനകത്ത് മാത്രമാണ് KNRCയുടെ ഈ വർക്കിനകത്ത് മാത്രമാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് വർക്ക് തീർത്തു കൊടുക്കുക എന്നല്ലാതെ ഇതിന്റെ സുരക്ഷിതത്വമോ ഇതിന്റെ ടെക്നിക്കൽ എക്സ്പേർട്സ് ഞങ്ങളല്ലാത്തതുകൊണ്ട് ആരാണ് ഇതിന് ടെക്നിക്കൽ അംഗീകാരം കൊടുത്തത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വസ്തുത സത്യമാണ്, കാസർഗോഡ് മുതൽ കോഴിക്കോട് രാമനാട്ടുകര വരെയുള്ള റീച്ചിൽ എല്ലായിടത്തും കോൺക്രീറ്റ് സ്ലാബാണ്, ഇവിടെ സിമന്റ് ബ്ലോക്കാണ്. ഇതിന് വലിയ മാരകമായ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിരന്തരം നാട്ടുകാരും ജനപ്രതിനിധികളും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടോ അറിഞ്ഞില്ല, കേന്ദ്ര PWDയുടേതാണെങ്കിലും സംസ്ഥാന PWD ആണെങ്കിലും എക്സ്പേർട്സും എഞ്ചിനീയറും ഇതിവിടെ വിസിറ്റ് ചെയ്ത് ഇതിന് അംഗീകാരം കൊടുത്തു എന്നുള്ളത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ്. അതുപോലെ ഇതിന് പലയിടത്തും ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15ഉം 18ഉം മീറ്ററാണ്. അവിടെയൊക്കെ ഈ സിമന്റ് ബ്ലോക്ക് അടക്കി വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങി മണ്ണ് തൂർന്നിറങ്ങുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായി റോഡ് തന്നെ തകരും, വലിയ അപകടങ്ങൾക്ക് കാരണമാവും, വലിയ സാമ്പത്തിക നഷ്ടം ഈ റോഡ് സംബന്ധിച്ച് നാടുകാർക്കും എല്ലാവർക്കും ഉണ്ടാവും. അതിന് പുറമെയാണ് 1980 ഉണ്ടാക്കിയതാണ് പനമ്പുഴ പാലം എന്ന് പറയുന്ന പാലം. അവിടെ സാധാരണ ഈ റോഡിന് മൂന്ന് ട്രാക്കാണ് ഈ റീച്ചിനുണ്ടാകുന്നത്, ഓൺ സൈഡ്, പിന്നെ സർവീസ് റോഡും. അവിടെ മാത്രം പഴയ പാലം നിലനിർത്തിയിരിക്കുകയാണ്. രണ്ട് ട്രാക്ക് കട്ട് ചെയ്ത് 4 ട്രാക്ക് ഉണ്ടാവേണ്ടടുത്ത് 2 ട്രാക്ക് മാത്രമാക്കി നാഷണൽ ഹൈവേ പ്രത്യേകിച്ച് KNRC വർക്ക് നടത്തിയിരിക്കുകയാണ്. പഴയ പാലം ഒന്നും ചെയ്തില്ല, അതൊന്ന് തേച്ചു മിനിക്കുക എന്ന് മാത്രം. അവിടെ പുതിയ പാലം വേണമെന്നുള്ള നാട്ടുകാരുടെ നിരന്തര അഭിപ്രായമാണ്. ഇവിടെ വേങ്ങര പഞ്ചായത്തും അതുപോലെ തിരുരങ്ങാടി മുനിസിപ്പാലിറ്റിയും റെസൊല്യൂഷൻ പാസാക്കി PWDക്കും NH അധികാരികൾക്കും കൈമാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് അത് നോക്കി കുത്തിയാക്കാണ്? ഒരു വലിയ അപകടം ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത് ഇടപെട്ട് ഇതിനകത്ത് സുരക്ഷിതത്വം ഇതിനകത്ത് പഠിച്ച് ഇത് നാട്ടുകാരുടെ ആവശ്യം, നിരന്തര ആവശ്യം എന്ന് പറയുന്നത് ഫ്ലൈ ഓവറാണ്. ഈ വയലിങ്ങനെ കെട്ടി നിർത്തുമ്പോൾ വലിയ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ വെള്ളം പൂർണ്ണമായി താങ്ങി ഇവിടെ മൊത്തം തകരുന്ന അവസ്ഥ ഉണ്ടാവും. അതിന് സ്വാഭാവിക നീരൊഴുക്കിന് പുഴയാണെങ്കിലും തോടാണെങ്കിലും തടസ്സപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന കുറ്റകരമായ അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ നീരൊഴുക്ക് ഒരിക്കലും തടസ്സപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഫ്ലൈ ഓവർ മാത്രമാണ് ശാശ്വതമായ പരിഹാരം. അതല്ലാത്തൊരു സംഗതി